ഗുരുതരമായ ആരോപണം എന്ന് മാത്രമല്ല, ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് ഇന്നിപ്പോൾ PV അൻവർ നടത്തിയിരിക്കുന്നത്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആരാണ് ഈ PV അൻവർ? PV അൻവർ ഒരു ജനപ്രതിനിധിയാണ്. അദ്ദേഹം നിലമ്പൂരിൽ നിന്നുള്ള MLA ആണ്. ഏതു പക്ഷത്താണ് PV അൻവർ നിലയുറപ്പിച്ചിരിക്കുന്നത്? ഭരണപക്ഷത്താണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ പ്രതിപക്ഷം സർക്കാരിനെതിരെയോ ആഭ്യന്തര വകുപ്പിനെതിരെയോ ഒരു ആരോപണമോ വെളിപ്പെടുത്തലോ നടത്തുന്നത് പോലെ നിസ്സാരമല്ല. ഈ പറയുന്ന ഭരണപക്ഷത്ത് നിന്ന് തന്നെയുള്ള വളരെ കരുത്തനായിട്ടുള്ള, അദ്ദേഹം പാർട്ടി അംഗമല്ല എന്നുള്ളത് ശരിയാണ്, CPM സ്വതന്ത്രനാണ്. അപ്പോഴും ഭരണപക്ഷത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന PV അൻവർ എന്ന് പറയുന്ന MLA ഇന്ന് പരസ്യമായി രംഗത്ത് വന്ന് അതിശക്തമായ ആരോപണങ്ങൾ ആർക്കെതിരെയാണ് ഉന്നയിച്ചിരിക്കുന്നത്? സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള ADGPക്കെതിരായിട്ടാണ് ഉന്നയിച്ചിരിക്കുന്നത്. ആരോപണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ആരോപണങ്ങളുടെ ഒരു ഗ്രാവിറ്റി അരുണേ? നോക്കൂ, ഒന്നാമത്തെ ആരോപണം, ഇദ്ദേഹം കൊല ചെയ്യിക്കുന്നയാളാണ്, ആ അർത്ഥത്തിൽ കൊലയാളിയാണ് എന്നാണ് ക്രമസമാധാന ചുമതലയുള്ള ADGPക്കെതിരെ ഒരു ജനപ്രതിനിധി വന്ന് പരസ്യമായി വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞിരിക്കുന്നത്, അതും ഭരണപക്ഷത്ത് നിന്നുള്ളൊരു MLA. രണ്ടാമത്തെ ആരോപണം എന്താണ്? ഇദ്ദേഹം ഒരു കള്ളക്കടത്തുകാരനാണ് എന്നുള്ളതാണ്. മൂന്നാമത്തെ ആരോപണം എന്താണ്? ഇദ്ദേഹം സ്വർണം പൊട്ടിക്കൽ അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം എന്താണ്? ഇദ്ദേഹത്തിൻ്റെ റോൾ മോഡൽ എന്ന് പറയുന്നത് ദാവൂദ് ഇബ്രാഹിമിനെ പോലൊരു ഡോണാണ് എന്നുള്ളതാണ്. സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതലയ്ക്ക് ഉത്തരവാദിയായിരിക്കുന്ന ഒരു ADGPയെ കുറിച്ച് ഭരണപക്ഷത്ത് നിന്നുള്ളൊരു MLA വാർത്താ സമ്മേളനം നടത്തി ആരോപണം ഉന്നയിച്ചിരിക്കുന്ന ഗുരുതരമായ 4 കാര്യങ്ങളാണ് ഞാൻ ഈ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഇപ്പോൾ എല്ലാ പ്രേക്ഷകരും ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ പറയുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ വെളിപ്പെടുത്തലുകളൊക്കെ തന്നെയും തെളിയിക്കേണ്ട ഉത്തരവാദിത്വം നിശ്ചയമായും PV അൻവറിനുള്ളതാണ്. ആ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ തെളിവുകളുണ്ട് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. എന്ന് മാത്രമല്ല, വരും ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകളുമായി കൂടുതൽ പേർ രംഗത്ത് വരും എന്നും അദ്ദേഹം പറയുന്നു. ചില സൂചനകളൊക്കെ അദ്ദേഹം ആ കാര്യത്തിൽ നൽകുന്നു. ഇപ്പോൾ മാമി എന്ന് പറയുന്ന ഒരു വ്യവസായിയുടെ തിരോധാനം കഴിഞ്ഞ 1 വർഷമായി ചർച്ചയാണ്. ആ തിരോധാനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നയാൾ MR അജിത് കുമാറാണ്. ആ അജിത് കുമാറിൻ്റെ അന്വേഷണ സംഘത്തിൽ വിശ്വാസമില്ല എന്ന് ഇപ്പോൾ പരസ്യമായി തന്നെ പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളാണ്. മാമിയുടെ തിരോധാനത്തിൽ അടക്കം അജിത് കുമാറിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന അല്ലെങ്കിൽ സംശയത്തിൻ്റെ നിഴൽ നിർത്തുന്ന വലിയ ആരോപണങ്ങളാണ് ഇന്ന് PV അൻവർ പറഞ്ഞിരിക്കുന്നത്. ഇത് ചെറിയ ഒരു പ്രശ്നമല്ല സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. നമുക്കറിയുന്നത് പോലെ ഈ പറയുന്ന മലപ്പുറം SP-യുമായിട്ട് ഒട്ടും തന്നെ രസത്തിലല്ല PV അൻവർ എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ. കഴിഞ്ഞ ദിവസം തന്നെ മലപ്പുറം SP ആയിട്ടുള്ള ശശിധരനെതിരായിട്ട് ഒരു പൊതുവേദിയിൽ വെച്ച് തന്നെ ആക്ഷേപങ്ങൾ ഉന്നയിച്ച ആളാണ് PV അൻവർ. അദ്ദേഹവുമായി പലതരത്തിലുള്ള സംഘർഷങ്ങളിൽ PV അൻവർ ഉണ്ട്. ശശിധരനെതിരായിട്ടല്ല PV അൻവർ ഇന്ന് വാർത്താ സമ്മേളനം നടത്തുന്നത്. ശശിധരനാണ് അദ്ദേഹത്തിൻ്റെ മുഖ്യ ശത്രുവെങ്കിൽ ശശിധരനിൽ അവസാനിപ്പിക്കാവുന്ന പ്രതിഷേധങ്ങൾക്ക് അപ്പുറത്ത് അദ്ദേഹം ശശിധരനെ പിന്നെ ബാക്ക് ചെയ്യുന്ന ആരാണ്? MR അജിത് കുമാറാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ശരിയാണ്, ശശിധരൻ തൻ്റെ ഇംഗിതത്തിനോ താല്പര്യങ്ങൾക്കോ വഴിപ്പെടുന്നില്ല എന്ന് കാണുന്ന PV അൻവർ അതിൻ്റെ ദേഷ്യവുമായി ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുമ്പോൾ ആ PV അൻവറിനെ സംബന്ധിച്ച് അടുത്ത ശത്രുവായി വരുന്നത് ആരാണ്? അത് MR അജിത് കുമാറാണ്. കാരണം MR അജിത് കുമാറിൻ്റെ വത്സല ശിഷ്യനാണ് ഈ ശശിധരൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയാണ്. അദ്ദേഹം പറയുന്നത് എന്തും നടപ്പാക്കി കൊടുക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ആ പിൻബലത്തിലാണ് ജനപ്രതിനിധിയായ തന്നെ അവഹേളിക്കുന്നത് എന്നൊരു പ്രശ്നം PV അൻവറിനുണ്ട്. അപ്പോൾ MR അജിത് കുമാറിലേക്ക് എത്തുന്നു. ഈ MR അജിത് കുമാറിലേക്ക് എത്തുമ്പോൾ അതിഭീകരമായ ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നു. അതും നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ പ്രശ്നം എന്താണെന്നറിയോ? അടുത്ത ഘട്ടമാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമായി ഞാൻ കാണുന്നത്. അത് ഈ പറയുന്ന പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു എന്നുള്ളതാണ്. അതൊരു ചെറിയ കാര്യമല്ല. MR അജിത് കുമാർ വരെ നിങ്ങൾക്ക് പോകാം. അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ പോസ്റ്റിംഗ് ആണ്. അത് ഏതെങ്കിലും പരീക്ഷ പാസ്സായിട്ട് വന്ന് ഏറ്റെടുക്കുന്ന ഒരു ഔദ്യോഗിക പദവിയല്ല. ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഒരു പ്രത്യേകത എന്താണ്? അത് വളരെ പ്രധാനപ്പെട്ട, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോസ്റ്റാണ്. ഒരേ സമയം പാർട്ടിയെ സംബന്ധിച്ചും അതേപോലെ തന്നെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചും വിശ്വസ്തനായിരിക്കുന്ന ഒരാളായിരിക്കും എപ്പോഴും പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറയുന്നത്. അയാളൊരു വലിയ ക്രൈസിസ് മാനേജറാണ്. മാത്രമല്ല, നമുക്കറിയുന്നത് പോലെ CPM ഭരിക്കുമ്പോഴും അതേപോലെ തന്നെ കോൺഗ്രസ് ഭരിക്കുമ്പോഴും ചില സമയങ്ങളിൽ ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും മുഖ്യമന്ത്രി തന്നെയാണ് ഈ പറയുന്ന പവർഫുൾ ആയിട്ടുള്ള ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുക. ആ ആഭ്യന്തര വകുപ്പിനെ യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് ആഭ്യന്തര വകുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലക്കാരൻ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെയും സംസ്ഥാന മന്ത്രിസഭയുടെയും പാർട്ടിയുടെയും താല്പര്യങ്ങൾക്കനുസരിച്ച് ആഭ്യന്തര വകുപ്പിനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നയാൾ. ആ ആളെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഒരു നിസ്സാരമായ ആരോപണമല്ല. നിങ്ങൾ ശശിധരനെതിരായിട്ട് ആരോപണം ഉന്നയിക്കൂ, നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ സുജിത് ദാസിനെതിരായിട്ട് ആരോപണം ഉന്നയിക്കൂ, നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ MR അജിത് കുമാറിനെതിരെ ആരോപണം ഉന്നയിക്കൂ, നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അവിടവും കടന്ന് P ശശിക്കെതിരായിട്ട് അദ്ദേഹം ഇന്നെന്താ പറഞ്ഞത്? P ശശി അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നയാളാണ്. ഇപ്പോൾ പിന്നെ എന്താ പറയുക, വലിയ സർക്കാരിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരാളായിട്ട് പൊളിറ്റിക്കൽ സെക്രട്ടറിയെ ഭരണപക്ഷത്ത് നിന്നുള്ള MLA അവതരിപ്പിക്കുമ്പോൾ അതൊരു നിസ്സാരമായ നീക്കമായി കാണാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഹാപ്പൻ ടു ബി ബ്രാഞ്ച് സമ്മേളനങ്ങളൊക്കെ ആരംഭിച്ചിരിക്കുകയാണ്, അല്ലേ? CPM-ൻ്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിച്ചിരിക്കുന്ന ദിവസം
ദിവസമാണിന്ന്. ഈ ബ്രാഞ്ച് സമ്മേളനങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബ്രാഞ്ച് തലം മുതൽ എന്തുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് തോൽവി സംഭവിച്ചതെന്ന് സംബന്ധിച്ച് പാർട്ടി ചില അവലോകനങ്ങൾ നടത്തിയിരുന്നല്ലോ. അതുമായി ബന്ധപ്പെട്ടൊരു തിരുത്തൽ രേഖയും വന്നിരുന്നു. ആ തിരുത്തൽ രേഖയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം ഉണ്ടായിരിക്കുന്നത് ആർക്കെതിരായിട്ടാണെന്നറിയോ? ആഭ്യന്തര വകുപ്പിനെതിരായിട്ടാണ് പാർട്ടി തലത്തിൽ വിമർശനങ്ങൾ കൂടുതലും ഉണ്ടായത്. സംസ്ഥാന സമിതിയിലടക്കം ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ ശ്രദ്ധിക്കണമെന്നുള്ള നിലപാട് പല നേതാക്കളും എടുത്തു. പ്രത്യേകിച്ച് ഈ പറയുന്ന നവകേരള സദസ്സുമായൊക്കെ ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പോലീസ് സംഘർഷങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് ഈ സംസ്ഥാനത്ത് സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ പോലീസ് ഇടപെടുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിപരീത ഫലങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് ആഭ്യന്തര വകുപ്പിനെതിരെ ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബ്രാഞ്ച് തലം മുതൽ ഉണ്ടായി. ഇന്നിപ്പോൾ ബ്രാഞ്ച് സമ്മേളനം ആരംഭിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പിനെ പ്രതിസന്ധിയിലാക്കുന്ന ആ പ്രതിസന്ധിയിൽ ഉത്തരവാദി ആരാണെന്നാണ് പറയുന്നത്? പി ശശിയാണെന്നാണ് പറയുന്നത്. പൊളിറ്റിക്കൽ സെക്രട്ടറിയായ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലക്കാരനായിട്ടുള്ള പി ശശിയെ തന്നെ ആരോപണ വിധേയനാക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നില്ല അത് പി വി അൻവർ വന്ന് വളരെ നിസ്സാരമായിട്ട് അങ്ങ് പറഞ്ഞു കളഞ്ഞതാണെന്ന്. ഞാനൊരു ഗൂഢാലോചന സിദ്ധാന്തം ഒന്നും അവതരിപ്പിക്കുകയല്ല, മറിച്ച് നമുക്ക് ഈ പാർട്ടിയെ അറിയാമല്ലോ. ചില കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് പൊട്ടിപ്പുറപ്പെടുന്നുണ്ട് എങ്കിൽ അതിനൊക്കെ പിന്നിൽ ചില നീക്കങ്ങളും കരുനീക്കങ്ങളും ഉണ്ടാകും. അങ്ങനെ നമ്മൾ ചെറുതായിട്ട് പി വി അൻവറിനെ കാണണ്ട. പി വി അൻവറിൻ്റെ പ്രശ്നം ശശിധരനും എം ആർ അജിത് കുമാറും മാത്രമായി ഒതുങ്ങുന്നില്ല. അതിനപ്പുറത്തേക്ക് പി ശശിയിലേക്ക് കൂടി പി വി അൻവർ പോയത് ഏതൊക്കെയോ വിഭാഗങ്ങളുടെ പിന്തുണ ഒരു പക്ഷേ ഈ പറയുന്ന നീക്കത്തിന് പിന്നിലുണ്ടാകാം, ഒരു ലക്ഷ്യം പോലുമാകാം പി ശശി എന്ന കാര്യത്തിൽ സംശയിക്കുന്ന ആളാണ് ഞാൻ. ഇനി രണ്ടാമത്തെ കാര്യം, എം ആർ അജിത് കുമാറിൻ്റെ ഈ പാർട്ടിയോടും ഈ സർക്കാരിനോടുമുള്ള കമ്മിറ്റ്മെൻറ്റ് ചെറുതൊന്നും അല്ലല്ലോ. നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ സ്വപ്ന സുരേഷിൻ്റെ 164 വെളിപ്പെടുത്തലിന് ശേഷം വിജിലൻസ് മേധാവി എന്നുള്ള നിലയ്ക്ക് എം ആർ അജിത് കുമാർ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങളൊക്കെ അദ്ദേഹം സരിത്തിനെ പോയി പിടിക്കുന്നു, ഷാജ് കിരൺ എന്ന് പറഞ്ഞിട്ട് ആളെ വിടുന്നു. അദ്ദേഹം അതാണ് 19 തവണ ഷാജ് കിരണുമായിട്ട് ഫോണിൽ സംസാരിച്ചു എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത്. 33 തവണ സംസാരിച്ചു എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട്. എന്തായാലും ഒരു നടപടി ഉണ്ടായല്ലോ വിജിലൻസ് മേധാവി സ്ഥാനത്ത് നിന്ന്. എന്തുകൊണ്ടാണ് അജിത്തിനെ മാറ്റിയത്? കാരണം എന്താ? ഇത് പാർട്ടി പോലും ആഗ്രഹിക്കാത്ത, സർക്കാർ പോലും ആഗ്രഹിക്കാത്ത ഒരു പ്രതിബദ്ധതയുടെ പ്രഖ്യാപനമായിരുന്നു അദ്ദേഹം നടത്തിയത്. ആ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് വളരെ മോശമായി പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് 2022 ജൂണിൽ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത്. 4 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും വരുന്നത് എങ്ങനെയാണെന്നറിയാമോ? ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിട്ടാണ്. സംസ്ഥാനത്തൊരു DGP ഉണ്ട്. സംസ്ഥാനത്തൊരു DGP ഉള്ള സമയത്താണ് ഈ പറയുന്ന അജിത് കുമാറിനെ ADGP ആയിട്ട് ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയോടുകൂടി തിരിച്ച് 4 മാസങ്ങൾക്കുള്ളിൽ കൊണ്ടുവരുന്നത്. അതിന്റെ കാരണമായിട്ട് പറഞ്ഞത് വിജയ് സാഖറെ NIA-യിലേക്ക് പോയി എന്നുള്ളതാണ്. ആ ഒഴിവിലേക്കാണ് അദ്ദേഹത്തെ കൊണ്ടുവരുന്നതെന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ പാർട്ടിയോടും ഈ സർക്കാരിനോടൊക്കെ വലിയ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ഈ നമ്മുടെ കൂത്തുപറമ്പിൽ ബോംബ് സ്ഫോടനം ഉണ്ടായില്ലേ, വളരെ പെട്ടെന്നാണ് അജിത്ത് അവിടെ എൻട്രി ചെയ്യുന്നത്. അതേപോലെ തന്നെ കാഫിർ പോസ്റ്റ് വിഷയം ഉണ്ടായപ്പോഴത്തേക്കും കോഴിക്കോട്ടിൽ അദ്ദേഹം 2 ദിവസം വന്ന് സ്റ്റേ ചെയ്ത് ആ കാര്യത്തിൽ പോലീസിൻ്റെ നീക്കം എങ്ങനെയായിരുന്നു? അവസാനം ആ പരാതിക്കാരന് കോടതിയിൽ പോകേണ്ടി വന്നു. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ അജിത് കുമാർ വളരെ കമ്മിറ്റഡ് ആണ്. അജിത് കുമാറിൻ്റെ കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ചൊന്നും സംശയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പം അജിത് കുമാറിന് അപ്പുറത്തേക്ക് പി ശശിയിലേക്ക് പി വി അൻവർ ഈ ആരോപണങ്ങൾ എത്തിക്കുമ്പോൾ ഞാൻ അതിനെ ഒരു ലളിതമായ കാര്യമായി കാണുന്നില്ല. അതിന് പിന്നിലൊരു രാഷ്ട്രീയ നീക്കമുണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പി വി അൻവറിന് ഈ പാർട്ടിക്കുള്ളിലെ തന്നെ ചില വിഭാഗങ്ങളിൽ നിന്ന് ചില പിന്തുണ കിട്ടുന്നു എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചേക്കാം. നിങ്ങൾ ഈ എം ആർ അജിത് കുമാറിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചോളൂ, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ തെളിയിച്ചോളൂ. പക്ഷേ ഗുരുതരമായ 2 ആരോപണങ്ങൾ അരുണേ ഈ വാർത്താ സമ്മേളനത്തിൽ ഞാൻ കാണുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് തൃശ്ശൂരുണ്ടായ സംഭവമാണ്. തൃശ്ശൂർ ഈ പറയുന്ന ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലേക്ക് പോകുമ്പോൾ അവിടുത്തെ പൂരത്തെ അലങ്കോലമാക്കിക്കൊണ്ട് സുരേഷ് ഗോപിക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ അജിത് കുമാർ ഒരു റോൾ വഹിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CPM എന്നൊരു പാർട്ടിക്ക് ആ ആരോപണത്തെ വെറുതെ നോക്കി നിൽക്കാൻ കഴിയുമോ? അതൊരു ഫർദർ ഇൻവെസ്റ്റിഗേഷന് വിധേയമാക്കേണ്ട കാര്യമല്ലേ? അതൊരു തെരഞ്ഞെടുപ്പ് ക്രൈമല്ലേ? അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ക്രൈം നടത്തിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ടെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ആരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് പ്രവർത്തിച്ചത്? നോക്കൂ, CPM-നെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി എല്ലാ ദിവസവും തൃശ്ശൂർ വാർത്താ സമ്മേളനം നടത്തിയോ മാധ്യമങ്ങളെ കണ്ടോ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്താ? ഒരു അന്തർധാരയുണ്ട്, ഇവിടെ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ ഒരു നീക്കം നടക്കുന്നു എന്നാണ്. ഇന്നിപ്പോൾ നമ്മൾ ഇരിക്കുമ്പോൾ ഇന്നലെ എന്താ സംഭവിച്ചത്? പ്രകാശ് ജാവ്ദേക്കറുമായിട്ടുള്ള കൂടിക്കാഴ്ചയുടെ ആ ആരോപണം കൂടി കണക്കിലെടുത്തുകൊണ്ട് LDF കൺവീനറെ മാറ്റിയിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്വമുണ്ടല്ലോ ഈ ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ. അത് അന്വേഷിക്കപ്പെടണം. രണ്ടാമത്തെ കാര്യം, മന്ത്രിസഭയിലെ അംഗങ്ങളുടെ ഫോൺ ചോർത്തുന്നു, പാർട്ടി നേതാക്കളുടെ ഫോൺ ചോർത്തുന്നു. നമുക്കറിയാമല്ലോ ഇപ്പോൾ ഈ CPM-ൽ വിഭാഗീയതയൊന്നുമില്ല എന്ന് മാത്രവുമല്ല, ഒരു ഉപജാപക സംഘവും ഈ പറയുന്ന മന്ത്രിസഭയിലില്ല. എല്ലാ മന്ത്രിമാരും പിണറായി വിജയൻ്റെ പിക്കല്ലേ. ഇപ്പോൾ അവസാനം ഗോവിന്ദൻ മാസ്റ്ററാണ് ഏറ്റവും സീനിയറായിട്ട് ആ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ആൾ. അദ്ദേഹം കൂടി പോയി കഴിഞ്ഞാൽ താരതമ്യേന ജൂനിയർ ആയിട്ടുള്ള ആളുകളാണ്. പിണറായിയുടെ വാക്കിന് അപ്പുറത്തോ ഇപ്പുറത്തോ പോകാത്ത ആളുകളാണ് ഈ മന്ത്രിസഭയിലുള്ളത്. ആ മന്ത്രിസഭയിലെ ആളുകളുടെ ഫോണുകൾ ചോർത്തണമെങ്കിൽ, പാർട്ടി നേതാക്കളുടെ ഫോണുകൾ ചോർത്തണമെങ്കിൽ, മാധ്യമപ്രവർത്തകരുടെ ഫോണുകൾ ചോർത്തണമെങ്കിൽ ഒരു ഉപജാപക സംഘവും പ്രവർത്തിക്കാത്ത ഒരു മന്ത്രിസഭയിൽ, ഇപ്പോൾ വിഭാഗീയതയൊന്നുമില്ലാത്ത പാർട്ടിയിൽ ആരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ്, എന്ത് ഇൻഫർമേഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഫോണുകൾ ചോർത്തപ്പെടുന്നത്? ഇത് പി വി അൻവറാണ് പറഞ്ഞിരിക്കുന്ന ഫോൺ ചോർത്തപ്പെടാൻ വേണ്ടി മാത്രം ഒരു SP അവിടെ നിയോഗിച്ചിരിക്കുന്നു, ഒരു സെല്ല് പ്രവർത്തിക്കുന്നു. ഞാൻ ഈ 2 ആരോപണങ്ങൾ
പ്രശ്നങ്ങളെയാണ് ഏറ്റവും പ്രധാനമായി കാണുന്നത്. CPM അഡ്രസ് ചെയ്യേണ്ട 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, ഒന്ന് തൃശ്ശൂരിൽ നടത്തിയിട്ടുള്ള ഈ പോലീസ് അതിക്രമം, അത് ഏതെങ്കിലും തരത്തിൽ സുരേഷ് ഗോപിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലെങ്കിൽ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമായിരുന്നു? അങ്ങനെയാണെങ്കിൽ ഒരു സംഘപരിവാര ശക്തി ഈ കേരളത്തിലെ പോലീസിനകത്തുണ്ടോ? 2, ഒരു ഉപജാപവും നടക്കാത്ത മന്ത്രിസഭയിലെ ആളുകളുടെ ഫോണുകൾ ചോർത്തിക്കൊണ്ടിരിക്കുന്നത്, പാർട്ടി നേതാക്കളുടെ ഫോണുകൾ ചോർത്തിക്കൊണ്ടിരിക്കുന്നത് ആരുടെ നിർദ്ദേശപ്രകാരമാണ്? ഈ 2 ആരോപണങ്ങളും ചെറിയ കാര്യമായിട്ട് കാണരുത്. ഒപ്പം ശശിക്കെതിരായിട്ട് ഇന്ന് PV അൻവർ രംഗത്ത് വന്നിരിക്കുന്നത് ഏതൊക്കെയോ വിഭാഗങ്ങളുടെ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണെന്നാണ് എൻ്റെ ആദ്യത്തെ നിരീക്ഷണം. Meet the editors.